നീ കൊച്ചിന്ന് ആളുകളിറക്കി എന്നെ തല്ലിക്കോ. അല്ലോ ആറ്റട പന്നിനെ. കുറുപ്പേട്ട ഒരു മുണ്ടിങ്ങ. അല്ല, പൂക്കോയ്ക്കും അവന്റെ വാടാ പോടാക്കും രണ്ട് ചളക്ക് ആവശ്യം. ആടുതോമ വന്നിരുന്നോ? വന്നു. എവിടെ പോയില്ല മോനെ. എങ്ങോട്ട് പോയി? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. എന്താ കുറുപ്പേ പ്രശ്നം? പ്രതിഭ ട്യൂട്ടോറിയല് പൂക്കോയുടെ കിട്ടത്തിലായിരുന്നല്ലോ. പഠിക്കാൻ പോയ മോള് മാഷ് കയറി അങ്ങ് പ്രേമിച്ചു. പൂക്കോയെ സമ്മതിക്കോ? ആമത്തായിട്ട് ട്യൂട്ടോറിയൽ അങ്ങ് പൂട്ടി. ചോദിക്കാൻ ചെന്ന മാഷ് പൂക്കോയുടെ വാടാ പോട എടുത്തിട്ടൊന്ന് പെരുമാറി. മാഷ സങ്കടം സഹിക്കാതെ തോമാച്ചൻ ബലം പ്രയോഗിച്ച് താക്കോല് തിരിച്ചു വാങ്ങി കൊടുത്തപ്പോ തുടങ്ങിയതാണ് ഈ പ്രശ്നം. അത് പഴയ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം സാറേ, ഇന്നത്തെ പ്രശ്നം നമ്മൾ പറയാം സാറേ. തോമാച്ചായന്റെ അടുത്ത് മൊയിലാളിയുടെ വാടാ പോടെ കൂടെ നടക്കാഞ്ഞിട്ട് കൊച്ചിന്ന് നമ്മളെ ജാതിക്കാരെ കൊണ്ടുവന്നു. കോട്ടപ്പുറത്തിട്ട് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു ഒരുപാട് തല്ലിച്ചു. തോമാച്ചായൻ വിടുവോ? ഇങ്ങ് വന്ന് ഇറങ്ങിയതും പട്ടാളം വന്ന് ഇറങ്ങിയച്ച് പോയതുപോലെ ആയിരുന്നു. നല്ല ചൊളതലയിടി. അവന്റെ ഭാഗ്യത്തിന് പുതിയ എസ് ഐ കുറ്റിക്കാട സാർ ചാർജ് എടുക്കുന്നത് നാളെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചൊളചൊള അവന്റെ മുതുക തിരുന്നേനെ. ഏക്കത്തില്ല. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോര മതി. തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. ഡബിൾ ചങ്ക. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഒരു മില്ലി സൗണ്ട്സ്. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ. എന്താ മോളെ, എന്തിനാ കരയുന്നത്? അച്ഛൻ എന്നെ തല്ലി. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. കുട്ടപ്പേട്ട, ആഹാ, തോമാച്ചൻ വന്നില്ലേ? ബഷീർ മാഷ് എവിടെ പോയിരിക്കായിരുന്നു? തനിക്ക് വേണ്ടി തോമാച്ചായ നടത്തി പുക്കാറൊന്നും താൻ അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെ വളരെ രാത്രിയിലാ വന്നേ. ഉമ്മയും കൊണ്ട് മലപ്പുറത്ത് പോയിരിക്കായിരുന്നു.
അറിഞ്ഞതും ഏത് പാതിരായ്ക്കാണേലും അത് കണ്ടായിരുന്നു. തോമച്ചായന് എന്ത് സന്തോഷമായനെ. ഓട് ഒരു ചുള്ളിക്കവലെ കാണും. ഓ ആ എന്താ ബഷീറേ? ഒരു ബന്ധവുമില്ലാത്ത എനിക്ക് വേണ്ടി തോമാച്ചൻ ജീവൻ വെച്ച് വില പറഞ്ഞു. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പ്രതിഭ തുടങ്ങാനുള്ള എൻ്റെ ആവേശം തുടർന്ന് പഠിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ PhD-യുടെ റിസൾട്ട് അറിഞ്ഞാലുടൻ ഞാൻ ഈ പ്രതിഭ നിർത്തിക്കൊള്ളാം. അപ്പൊ നിന്റെ മേത്തച്ഛയെ ആര് പഠിപ്പിക്കോടാ? ഈ പൂട്ട് ഞാൻ വാങ്ങിച്ചതാ. നിന്റെ പണത്തിന്റെ ഹുങ്ക് പാവപ്പെട്ട ഇവനോട് കാണിക്കരുത്. ഇവന്റെ പ്രതിഭ നിന്റെ തട്ടേല. ആക്രി കടയ്ക്ക് കൊടുത്തതൊന്നുമല്ല, കോള നടത്താൻ കൊടുത്തതാ. വാടക കൃത്യമായി തരുന്നുണ്ടല്ലോ. ഇനി പൂട്ടരുത്. എടുക്കടാ. ഐശ്വര്യമായിട്ട് നീ നിന്റെ കൈ കൊണ്ട് ആ പൂട്ട് മാഷിന് കൊടുക്ക്. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട്. മുന്തസേ, പ്രതിഭയുടെ ഒരു താക്കോല് നിന്റെ കയ്യിരിക്കട്ടെ. ഇവൻ തുരുമ്പിക്കാതെ വല്ലപ്പോഴും എണ്ണയിട്ട് സൂക്ഷിച്ചോ. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തിനാ? പൂക്കോയിനടിച്ചേന്. അപ്പൊ പൂക്കോയി അടിച്ചാ സ്വർണം തരും അല്ലേ? ഉറപ്പിക്കട്ടെ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. ഞാൻ വിട്ടു. കൊപ്പേ വാ. മാറിക്കടാ. തോമാച്ച, നമ്മുടെ പുതിയ SI കുറ്റിക്കാട് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ കാര്യം? കുട്ടനാട്ടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണമെന്ന്. എന്തിനാ? ആടുതോമയ്ക്ക് കുറ്റിക്കാടന്റെ പെങ്ങളെ കെട്ടിച്ചേരാനാണോ? ചിരിക്കാടാ. ആ നീ എന്താ പറഞ്ഞേ? ഏമാന്റെ പെങ്ങളെ കെട്ടിച്ചേരണമെന്നോ? അത് പറഞ്ഞ് ഉറപ്പിക്കാനാ വിളിക്കുന്നേ. എന്താ ഏമാനോട് പറഞ്ഞേരേ, തോമ വേറെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. അത് അവിടെ ഒന്ന് പറഞ്ഞാ മതി. മണിയാ, ഓ നിന്നെയും കൊണ്ടേ പോവൂ. ബുദ്ധിമുട്ടും. നിന്നെ കെട്ടിയൊലിക്കാൻ പോലീസ് ജീപ്പിന് ശക്തിയുണ്ട്. ഇവനെ വിളിച്ചോണ്ടോ? ഇല്ലേ കഴിഞ്ഞ പെരുന്നാളിന്റെ ബാക്കി ഞാൻ തീർക്കും. നീ മൂക്കൊണ്ട് പടിയണം. അവൻ വന്നില്ല സാർ. അവനെ വിളിച്ചപ്പോ ചോദിച്ചത് സാറിന്റെ പെങ്ങളെ തരുമെന്നാ. അങ്ങനെയല്ല സാർ, കുട്ടനാടിന്റെ ചങ്കിലെ ചോര കൊടുക്കുന്ന സ്ഥലം റൗഡിയെ സാറിന് കാണുമെന്ന് പഞ്ചത് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ സാറിന്റെ പെങ്ങളെ തരുമെന്നാ ചോദിക്കാ. സാറിന്റെ പെങ്ങളെ തരുമെന്നല്ല പടിയാ, സാറിന്റെ പെങ്ങളെ കെട്ടിച്ചു തരുമെന്നാ ചോദിച്ചേ. രണ്ടും ഒന്നല്ലേ എന്റെ പിള്ളേച്ച? അല്ല, ഒന്നല്ല. ഇയാളെ ന്യായീകരിക്കുന്നത് ഇയാളുടെ മകനെ അവനെ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടാ. സാറിന്റെ പെങ്ങളെ തരുമെന്ന് ചോദിച്ചാൽ നാക്കം മുറിക്കണം സാർ. തോമാച്ചായൻ എന്റെ ദൈവമാണ് സാർ. അതെ സാർ, എന്റെ ദൈവമാണ്. അടിക്കരുത്. വണ്ടി ഇടിച്ച് ഓടയിൽ കിടന്ന് എന്റെ പൊന്നു മോക്ക് ചോര കൊടുക്കാൻ ഇവിടെ ഒരു പുല്ലനുണ്ടായിരുന്നില്ല. എന്റെ തോമാച്ചായനെ ഉണ്ടായിരുന്നുള്ളൂ. കടപ്പാടിന്റെ അർത്ഥം ചോദിക്കരുത് സാർ. ആ പോകുന്നത് അവന്റെ പെങ്ങളാണ് സാർ. ഓഹോ, കടിച്ച ഭവനത്തിനെ തിരിച്ചു വരുത്തി വിഷം ഇറക്കിയാലും. ഹലോ, ഒന്നവിടെ നിന്നേ. എങ്ങോട്ടാ? വേണ്ട സാറേ, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാഷയുടെ മോളാ. താൻ പോടാർന്നു. നിന്റെ പൊന്നാങ്ങളെ എനിക്കൊന്ന്